സ്ക്രീൻ കാണാറല്ലേ? സ്ക്രീൻ വിസിബിൾ അല്ലേ? സ്ക്രീൻ ഓക്കെ ആണോ? അരുണിമ സ്ക്രീൻ ഓക്കെ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ട് ചുമ്മാ ഈ ഒരു സെയിം ഫോൾഡറിലേക്ക്, അതായത് എൻ്റെ ഡെസ്ക്ടോപ്പിന്റെ അകത്ത് ഞാൻ HTML എന്ന് പറഞ്ഞ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അതാണ് ഞാൻ എക്സ്പ്ലോറർ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു ഫോൾഡറിന്റെ അകത്താണ് നമ്മൾ എന്ത് ചെയ്ത് ലാസ്റ്റ് ഫൈനലി നമ്മളൊരു ഫയൽ സേവ് ചെയ്തത്, അതായത് HTML ഫയൽ ഇവിടെ A എന്ന് പറയുന്ന പേര് സേവ് ചെയ്തത്. ആ ഫോൾഡറിന്റെ ഭാഗത്ത് തന്നെ ഞാൻ ചുമ്മാ എന്ത് ചെയ്തിട്ടുണ്ട്, img2 എന്ന് പറയുന്ന ഫയൽ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെ ഈ img2 എന്ന് പറയുന്ന ഈ ഒരു ഇമേജിനെ വെബ് ബ്രൗസറിലേക്ക് അല്ലെ വെബ് പേജിലേക്ക് എങ്ങനെ കൊണ്ടുവരാമെന്നുള്ള കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മുടെ കോഡ് ഇതാണ്. കോഡിന്റെ അകത്ത് നിങ്ങൾക്ക് കാണാം imgsrcന്റെ അകത്താണ് നമ്മൾ ഡബിൾ കോഡ്സിന്റെ അകത്ത് ഇമേജിന്റെ പേര് പറയേണ്ടത്. അപ്പം നമ്മളൊരു ഇമേജിനെ കൊണ്ടുവരുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ നമ്മുടെ നോട്ട് ചെയ്യാനുള്ളതുണ്ട്. ഇമേജിന്റെ പേര്, അതുപോലെ ഇമേജിന്റെ ഏത് ടൈപ്പ് എക്സ്റ്റൻഷൻ ആണ് ഇമേജിന് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. അപ്പം സാധാരണ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടാവും, ഇമേജിന്റെ എക്സ്റ്റൻഷൻ സാധാരണ ഉണ്ടാവുക JPG-യിലായിരിക്കും, അല്ലെങ്കിൽ അത് PNG-യിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ അത് GIF-ൽ ഉണ്ടാവാം. ഈ മൂന്ന് ഫോർമാറ്റുകൾ അല്ലെ മൂന്ന് ടൈപ്പ് എക്സ്റ്റൻഷൻ കേൾക്കാത്ത ആൾക്കാരില്ലല്ലോ. ഇമേജിന്റെ നോർമൽ എക്സ്റ്റൻഷൻ എന്താണ്? JPG അല്ലേ? അല്ലേ? ഇമേജിന്റെ സാധാ ഇമേജ് ഫയലുകളുടെ എക്സ്റ്റൻഷൻ JPG അല്ലേ? ഗൗരിക, JPG ആണോ ഇമേജിന്റെ എക്സ്റ്റൻഷൻ? സാധാരണ നിങ്ങൾക്ക് വാട്സാപ്പിലൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഇമേജുകളെ എക്സ്റ്റൻഷൻ എന്താണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് JPG-യിലായിരിക്കും. ഇവിടെ എന്തിട്ടുണ്ട്, ഫൈനൽ ടൈപ്പിൽ അവിടെ JPG എന്ന് കൊടുത്തിട്ടുണ്ട്. ആർക്കും JPG-യുടെ ഫുൾ ഫോം അറിയോ? JPEG-യുടെ ഫുൾ ഫോം ആരെങ്കിലും ഉണ്ടോ അറിയുന്ന ആൾക്കാർ? JPG-യുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ജോയിന്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്ട് ഗ്രൂപ്പ് എന്നാണ്. ഫുൾ ഫോം ജോയിന്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്ട് ഗ്രൂപ്പ് എന്നാണ് JPEG-യുടെ ഫുൾ ഫോം. അപ്പം JPEG എന്ന് പറയുന്നത് ഒരു ഇമേജ് എക്സ്റ്റൻഷൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ബേസിക്കലി നമ്മൾ ഇമേജിന്റെ എക്സ്റ്റൻഷൻ ഏതാണെന്ന് അറിയണം, അതിന്റെ നെയിം എന്താണെന്ന് അറിയണം. ഇമേജിന്റെ നെയിം എന്താണ്? img_02 എന്നാണ്. അതിന്റെ എക്സ്റ്റൻഷൻ JPEG ആണ്. എന്ത് വരാം, ചിലപ്പോ അത് PNG ആയിട്ട് വരാം. PNG-യുടെ ഫുൾ ഫോം നമ്മൾ പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ് എന്നാണ് പറയുക. പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ് ആണ് PNG ഫയൽ. സാധാരണ നമ്മൾ ലോഗോസ് ഒക്കെ ഡിസൈൻ ചെയ്തിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കിടക്കണമെങ്കിൽ നമ്മളത് എന്തിൽ സേവ് ചെയ്യണം? ഫോട്ടോഷോപ്പ് ഒക്കെ ഉപയോഗിച്ച ആൾക്കാരുണ്ട്, അവർക്കറിയാം. PNG-യിൽ കൊണ്ടുപോയിട്ടാണ് നമ്മൾ സേവ് ചെയ്യുക അല്ലെ? ഇനി മറ്റൊരു ഫോർമാറ്റ് നിങ്ങൾ കാണാം, GIF, ഗ്രാഫിക്കൽ ഇന്റർചേഞ്ചബിൾ ഫോർമാറ്റ്. അതും എന്താണ്? ഇമേജ് ഫോർമാറ്റ് ആണ്. നമ്മൾ ആനിമേറ്റഡ് ആയിട്ടുള്ള ഇമേജുകളൊക്കെ GIF-ലായിരിക്കും കാണാറുണ്ടാവുക. അപ്പം അടുത്ത പ്രാവശ്യം ഇത്തരം ഫയലുകൾ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് എക്സ്റ്റൻഷനൊക്കെ നോട്ട് ചെയ്യാം, എന്നിട്ട് അവരുടെ പ്രത്യേകതകൾ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്ന ഇമേജിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് JPEG ആണ്. അതിന്റെ പേര് img_02 ആണ്. അപ്പൊ ഇൻ കേസ് അതിന്റെ ടൈപ്പ് പറയുന്നില്ല, എന്ത് ചെയ്താൽ മതി? ഇമേജിന്റെ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ പ്രോപ്പർട്ടിയിൽ പോയി കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് ഫയലാണെന്ന് അവിടെ കൃത്യമായിട്ട് പറയും. .jpg എന്നാണ് അതിന്റെ എക്സ്റ്റൻഷൻ കിടക്കുന്നത്. .jpg, അതിന്റെ ടൈപ്പ് JPEG ആണ്, അതിന്റെ എക്സ്റ്റൻഷൻ എന്താണ്? .jpg എന്നാണ്. ഇനി നിങ്ങൾക്ക് ഇതിന്റെ എക്സ്റ്റൻഷൻ കൂടെ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ അതിന്റെ വിൻഡോസ് എക്സ്പ്ലോറിൽ എന്ത് നോക്കിട്ടാ, അവിടെ നമുക്ക് അതിന്റെ ഫോൾഡർ ഓപ്ഷൻസ് മാറ്റി കൊടുക്കാം. ഫോൾഡർ അതിന്റെ സെർച്ച് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, നമുക്കതാ അവിടെ എക്സ്റ്റൻഷന് കൂടെ വിസിബിൾ ആകുന്ന തരത്തിൽ നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാം, എക്സ്റ്റൻഷൻ കൂടെ വിസിബിൾ ചെയ്യുന്ന തരത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോൾഡർ ഓപ്ഷനിൽ പോയിട്ട് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ പറഞ്ഞു ഈ ഒരു ഇമേജിനാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു വെബ് ബ്രൗസറിലേക്ക് ലോഡ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ പേരെന്താണ്? img_02 ആണ്. സോ ഞാൻ എന്ത് ചെയ്യണം, അതിന്റെ പേര് ഈ ഡബിൾ കോഡ്സിന്റെ അകത്ത് പറയണം. ഇപ്പൊ ഡബിൾ കോഡ്സിന്റെ അകത്ത് കൊടുക്കുന്ന വാല്യൂ മാറ്റി കൊടുക്കണം. എന്താണ് കൊടുക്കേണ്ടത്? img_02. ഇനി എന്ത് പറയണം? ഇത് മാത്രം മതിയോ? ഇതിന്റെ എക്സ്റ്റൻഷൻ എന്താന്ന് കൂടെ പറയണം. ഇതിന്റെ എക്സ്റ്റൻഷൻ എന്താണ്? .jpg ആണ്. ഓക്കെ, ഇനിയാണ് എന്ത് ചെയ്യുന്നു, ഫയലിനെ സേവ് ചെയ്യുന്നു. എന്റെ ബ്രൗസറിൽ പോകുന്നു, സേവ് ചെയ്യുന്നു. ഇവിടെയാണ് ഫയൽ കിടക്കുന്നത് അല്ലേ? ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രൗസർ വെച്ച് ഓപ്പൺ ചെയ്യണം. ഇതൊക്കെ ഓപ്പൺ ചെയ്യണം. അപ്പൊ എന്റെ ഫയൽ ഇവിടെ ലോഡായിട്ട് വന്നത് കാണാം. റൈറ്റ്, വിസിബിൾ അല്ലേ എല്ലാവർക്കും?
ആ ഇമേജ് അവിടെ ലോഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളതിന്റെ ഹൈറ്റും വിഡ്ത്തും നമ്മൾ കസ്റ്റമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ പെർട്ടിക്കുലർ വിഡ്ത്തിലും ഹൈറ്റിലും ഇമേജ് അവിടെ വ്യൂ ആയി വന്നിട്ടുള്ളത്. സപ്പോസ് ഞാൻ ഈ ഹൈറ്റും വിഡ്ത്തും എടുത്ത് കളയാൻ എന്ത് വരും? അതിന്റെ ഡിഫോൾട്ട് ഡയമെൻഷൻ എന്താണോ അത് അവിടത്തേക്ക് കയറി വരും. സപ്പോസ് ഞാൻ ഇത് എടുത്ത് മാറ്റി വീണ്ടും സേവ് ചെയ്തു, ഒന്ന് റിഫ്രഷ് അടിച്ചു. അപ്പം ഡിഫോൾട്ട് സൈസ് ഇതാണ്. അതായത് ഓൾറെഡി കിടക്കുന്ന ഇമേജിനെ നമ്മൾ ഡയറക്ട്ലി ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഡയമെൻഷൻ കിട്ടുക ഇത്രയാണ്. അപ്പം ഡിഫോൾട്ട് ഡയമെൻഷൻ എന്താണോ ആ ഒരു കാര്യമായിരിക്കും നമ്മൾ നമ്മുടെ ഇമേജ് ടാഗിന്റെ അകത്ത് ഹൈറ്റ് വിഡ്ത്ത് തരത്തിൽ കൃത്യമായിട്ട് നമ്മൾ സ്പെസിഫിക്കലി പറഞ്ഞിട്ടില്ലെങ്കിൽ ലോഡായി വരിക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ മാനുവലി എന്ത് ചെയ്യാം? ഇതിന്റെ ഹൈറ്റും വിഡ്ത്തും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ഇനി മറ്റൊരു ചോദ്യം നമുക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ഈ ഒരു IMG SRCന്റെ അകത്ത് മറ്റ് ഫോൾഡറിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഏതൊരു പെർട്ടിക്കുലർ വെബ്സൈറ്റിൽ കിടക്കുന്ന ഏതെങ്കിലും വെബ് സെർവറിൽ കിടക്കുന്ന ഒരു ഇമേജ് ഫയലിനെ കൊണ്ടുവരാൻ പറ്റുമോ? പറ്റുമോ? ഗൂഗിൾ എസ് ബി, ഗൂഗിൾ ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? ഗൂഗിൾ അവിടെ ഇല്ലേ? എല്ലാവരും ഓണാക്കി വെച്ച് പോയേക്കാണോ? ഓക്കെ, സപ്പോസ് നമുക്ക് എന്ത് ചെയ്യാം പറയാം, എങ്ങനെ മറ്റൊരു വെബ്സൈറ്റിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഒരു വെബ് സെർവറിൽ കിടക്കുന്ന ഇമേജ് ഫയലിനെ നമ്മുടെ പെർട്ടിക്കുലർ ഒരു വെബ് പേജിലേക്ക് അല്ലെങ്കിൽ ഒരു ഫയലിലേക്ക് എങ്ങനെ ലോഡ് ചെയ്ത് കൊണ്ടുവരുന്ന കാര്യം എടുത്താൽ പറയാം. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, സപ്പോസ് നമ്മുടെ ഗൂഗിളിന്റെ അകത്താണ്, ഗൂഗിളിന്റെ സൈറ്റിലാണ് അല്ലെങ്കിൽ ഗൂഗിളിന്റെ ഡൊമൈനിലാണ്, അവരുടെ സെർവറിന്റെ മുകളിലാണ് നിങ്ങളുടെ ഫയൽ, നമ്മൾക്ക് വേണ്ട ഇമേജ് ഫയൽ കിടക്കുന്നുണ്ടെങ്കിൽ ആ ഇമേജിന്റെ കംപ്ലീറ്റ് പാത്ത് നിങ്ങൾ എടുക്കണം. ഇതൊന്നുമില്ല, കംപ്ലീറ്റ് പാത്ത് കിട്ടാൻ എന്ത് ചെയ്യുക? പെർട്ടിക്കുലർ സൈറ്റ് വിസിറ്റ് ചെയ്യുക, ഇമേജിന്റെ അടുത്ത് പോവുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി അഡ്രസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഓക്കെ, അത് കോപ്പി ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അതിന്റെ കംപ്ലീറ്റ് അഡ്രസ് കിട്ടും. അത് SRC അകത്ത് പാസ് ചെയ്ത് കൊടുത്തായി. സപ്പോസ് ഗൂഗിളിന്റെ അകത്താണ് കിടക്കുന്നതെങ്കിൽ http://www.google.com/images/img.02. അപ്പം ഇങ്ങനെ ഒരു ഇമേജ് അവിടെ കിടക്കുന്നുണ്ട് നോക്കൂ. അതായത് ഗൂഗിളിന്റെ സെർവറിന്റെ അകത്ത് ഇമേജ് എന്ന് പറയുന്ന ഫോൾഡറിന്റെ അകത്ത് img02 എന്ന് പറയുന്ന ഫയൽ അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് വരും? നിങ്ങൾ സേവ് ചെയ്തിട്ട് റൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആ ഒരു ഇമേജ് അവിടത്തേക്ക് ലോഡായി വന്നോളും. അപ്പം ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? IMGക്ക് അകത്ത് SRCന്റെ അകത്തുള്ള ആട്രിബ്യൂട്ടിന്റെ വാല്യൂ നമുക്കൊരു സെർവറിൽ കിടക്കുന്ന ഏതോ ഒരു റിമോട്ട് സെർവറിൽ കിടക്കുന്ന ഫയലിനെയും ഇത്തരത്തിൽ ലോഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ നമ്മളെ HTML ഫയൽ കിടക്കുന്ന ഈ ഒരു ഫോൾഡറിന്റെ അകത്ത് ഇമേജ് ഉണ്ടാവണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല. ഇനി ഇമേജ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണ്ട? ഈ കംപ്ലീറ്റ് പാത്ത് കൊടുക്കണ്ട, ജസ്റ്റ് ഇമേജിന്റെ പേര് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിന്റെ അകത്ത് തന്നെ വേറെ ഏതെങ്കിലും ഫോൾഡറിന്റെ അകത്ത് ഇമേജ് കിടക്കുന്നുണ്ടോ? നമ്മൾ ഈ ഇമേജ് കിടക്കുന്നത് ഡെസ്ക്ടോപ്പിന്റെ അകത്ത് HTML എന്ന ഫോൾഡറിന്റെ അകത്താണ്. സപ്പോസ് അത് ഡൗൺലോഡ്സിന്റെ അകത്ത് വേറെ ഏതെങ്കിലും ഫോൾഡറിന്റെ അകത്തൊക്കെയാണ് കിടക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ഫോൾഡറിന്റെ കംപ്ലീറ്റ് പാത്ത് അവിടെ പറഞ്ഞു കൊടുക്കാം. സപ്പോസ് സിക്ക് അകത്താണെങ്കിൽ, സി ഡ്രൈവിന്റെ അകത്താണെങ്കിൽ സി പറഞ്ഞിട്ട് എവിടെയാണോ അത് കിടക്കുന്നത്, സിന്റെ അകത്ത് A എന്ന് പറയുന്ന ഫോൾഡർ നോക്കാം. എക്കകത്ത് IMG എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ട് നോക്കാം. അതിന്റെ അകത്ത് ആണ് img02 കിടക്കുന്നത്. എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കംപ്ലീറ്റ് പാത്ത് എന്ത് ചെയ്യാം? ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾ കൊടുക്കുന്ന നിങ്ങൾ വർക്ക് ചെയ്യുന്ന സെയിം ഡയറക്ടറിയിലാണ്, അതായത് നിങ്ങൾ HTML ഫയൽ സേവ് ചെയ്തെടുക്കുന്ന സെയിം ഡയറക്ടറിയിലാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? അതിന്റെ നെയിം മാത്രം കൊടുത്താൽ മതി. ഇനി വേറെ ഏതെങ്കിലും പാത്തിലാണ് കിടക്കുന്നെങ്കിൽ ആ കംപ്ലീറ്റ് പാത്ത് നിങ്ങൾ സോഴ്സിന്റെ അകത്ത് പറഞ്ഞിരിക്കണം. ക്ലിയർ ആണോ? ഈ പറഞ്ഞത് ക്ലിയർ ആണോ? സോഴ്സുകൾ നമുക്ക് രണ്ട് തരത്തിൽ സ്പെസിഫൈ ചെയ്യാം. ഒന്ന്, നമ്മൾ വർക്ക് ചെയ്യുന്ന സെയിം ഡയറക്ടറിയിൽ ഇമേജ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇമേജിന്റെ പേര് കൊടുത്ത് എക്സ്റ്റൻഷൻ പറഞ്ഞാൽ മതി. ഇനി വേറെ ഏതെങ്കിലും പാത്തിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിമോട്ട് സെർവറിൽ എവിടെയാണെങ്കിൽ ആ കംപ്ലീറ്റ് പാത്ത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. സപ്പോസ് ഒരു വെബ്സൈറ്റിന്റെ മുകളിൽ ഗൂഗിളിന്റെ മുകളിലാണെങ്കിൽ എവിടെയാണോ ഗൂഗിളിന്റെ ഏത് പാത്തിൽ ഏത് ഫോൾഡറിന്റെ അകത്താണ് ഇമേജ് കിടക്കുന്നത് അത് പറഞ്ഞിരിക്കണം. ഇനി നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ വേറെ ഏതെങ്കിലും ഫോൾഡറിന്റെ അകത്താണെങ്കിൽ ആ ഫോൾഡറിന്റെ കംപ്ലീറ്റ് പാത്ത് അവിടെ പറഞ്ഞിരിക്കണം. ഈ തരത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇമേജുകൾ നമ്മുടെ IMG ടാഗിന്റെ അകത്ത് SRC എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഈ കാര്യം, ഈ പറഞ്ഞ കാര്യം ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് റിപ്പീറ്റ് ചെയ്യണോ? എന്തെങ്കിലും
ഈ പറഞ്ഞ കാര്യം റിപ്പീറ്റ് ചെയ്യണം, ആർക്കെങ്കിലും റിപ്പീറ്റ് ചെയ്യണം? വേണമെങ്കിൽ ഇപ്പം പറയാം. നമ്മൾ അടുത്ത ടോപ്പിലേക്ക് പോയിട്ട് മനസ്സിലായില്ല എന്ന് പറയുന്നത്. ഇപ്പം ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് തരാം. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം, അടുത്ത കൺസെപ്റ്റിലേക്ക് പോവാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആട്രിബ്യൂട്ട് എന്ന കൺസെപ്റ്റ് ആണ്. അത് നമ്മൾ ആങ്കർ ടാഗിന്റെ ഒരു ആട്രിബ്യൂട്ട് പരിചയപ്പെട്ടു, ഹെർഫ് എന്ന് പറയുന്നത്. അതുപോലെ ഇപ്പൊ പരിചയപ്പെട്ടത് IMG എന്ന് പറയുന്ന ഒരു ടാഗും അതിന്റെ ഒരു ആട്രിബ്യൂട്ടായ SRC കൂടെയാണ്. ഓക്കെ, ഇനി അവിടെ നമ്മൾ പറഞ്ഞു അതിൽ നമുക്ക് URL സ്പെസിഫൈ ചെയ്യാൻ, അതായത് SRC സ്പെസിഫൈ ചെയ്യാൻ നമുക്ക് 3 ടൈപ്പുകൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റും. ഒന്ന് അബ്സല്യൂട്ട് URL എന്ന് പറയുന്നത്, അതവിടെ പറഞ്ഞിരുന്നത് ലിങ്ക് ടു ആൻ എക്സ്റ്റേണൽ ഇമേജ് ദാറ്റ് ഈസ് ഹോസ്റ്റഡ് ഓൺ അനദർ വെബ്സൈറ്റ്. നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇമേജ് ആണ് ലോഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ ഇമേജിന്റെ കംപ്ലീറ്റ് പാത്ത്, കംപ്ലീറ്റ് സൈറ്റ് അഡ്രസ് അടക്കം ഏത് സൈറ്റിന്റെ ഏത് ഫോൾഡറിന്റെ അകത്ത് കൃത്യമായിട്ട് അബ്സല്യൂട്ട് URL ആയിട്ട് നമുക്ക് പാസ് ചെയ്യാം. സപ്പോസ് ഞാൻ ഇത് എന്ത് ചെയ്യാണ്, ഈ സൈറ്റിന്റെ അകത്ത് എന്ത് ചെയ്യുന്നതാണ്, ഇങ്ങനെ ഒരു പാത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഇത് ജസ്റ്റ് കോപ്പിയാണ്. ഈ പാത്ത് എവിടത്തേക്ക് കൊടുക്കുകയാണ്, എൻ്റെ ലോക്കൽ സിസ്റ്റത്തിൽ കിടക്കുന്ന HTML കോഡിന്റെ അകത്ത് കൊടുക്കണം. ഓക്കെ, ഞാനത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ജസ്റ്റ് അത് എന്ത് ചെയ്യുന്നു, ഫയലിൽ പോയിട്ട് സേവ് കൊടുക്കും. എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു ഫയൽ. img.jpg എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. JPG അവിടെ കൊടുത്ത ഫയൽ എക്സ്റ്റൻഷൻ സപ്പോസ് ഇവിടെ ഇങ്ങനെ ഒരു ഫയൽ അവിടെ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു കംപ്ലീറ്റ് പാത്ത് ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഏത് സൈറ്റിന്റെ അകത്താണ് എവിടെയാണെന്നുള്ള പാത്ത് കയ്യിലുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ട് ഇമേജിനെ ലോഡ് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് പാത്ത് പറയുന്നതിന് പകരം നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിന്റെ അകത്ത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഏത് പാത്തിൽ ഏത് ഫോൾഡറിന്റെ അകത്താണ് കൃത്യം അറിയെങ്കിൽ ആ ഫോൾഡർ കൂടെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഒരു പെർട്ടിക്കുലർ ഇമേജിനെ ലോഡ് ചെയ്ത് കൊണ്ടുവരാം. അപ്പം നമ്മൾ സാധാരണ വെബ്സൈറ്റ് ഒക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സാധാരണ അബ്സല്യൂട്ട് URL യൂസ് ചെയ്യുന്ന പകരം റിലേറ്റീവ് URL യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. റിലേറ്റീവ് URL യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അബ്സല്യൂട്ട് URL എന്ന് പറയുമ്പോൾ ഏതോ ഒരു സൈറ്റ് ഓണർ ഉണ്ടാവും, അയാളുടെ സൈറ്റിൽ അയാൾ വെച്ചിരിക്കുന്ന ഇമേജ് ആണ്. സപ്പോസ് അയാൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ആ ഇമേജ് അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇമേജുകളൊക്കെ വേറെ ഏതെങ്കിലും സൈറ്റിലുള്ള തരത്തിലാണ് പറഞ്ഞതെങ്കിൽ അവരവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ കോഡിനെയും ബാധിക്കും. അതായത് നിങ്ങളുടെ പേജിലേക്ക് അത് ലോഡായി വരില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ എപ്പം ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യുക, റിലേറ്റീവ് URL മോഡൽ, അതായത് നിങ്ങളുടെ കയ്യിൽ ഇമേജ് വെച്ചുകൊണ്ട് നിങ്ങളുടെ ലോക്കൽ സിസ്റ്റത്തിൽ നിങ്ങളുടെ ഫോൾഡറിന്റെ അകത്ത് ഇമേജ് വെച്ചുകൊണ്ട് ലോഡ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. മറ്റേതാകുമ്പോഴുള്ള പ്രശ്നം എന്താണ്, അതിന്റെ സൈറ്റ് ഓണർ എന്ത് ചെയ്യാം, ഏത് നിമിഷം വേണമെങ്കിലും അയാൾക്ക് എന്ത് ചെയ്യാം, ആ ഫയൽ അവിടെ നിന്ന് കളയാം, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്റ്റേണൽ എറർ കൊണ്ട് എന്ത് ചെയ്യാം, ആ ഫയൽ അവിടെ നിന്ന് പോവാം. അപ്പൊ എന്ത് ചെയ്യാം, റിലേറ്റീവ് URL തരത്തിൽ നമ്മൾ കാണിച്ചിട്ടുള്ള റിലേറ്റീവ് URL തരത്തിൽ എന്ത് ചെയ്യാം, ഇമേജുകൾ ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ അതിൽ ഹൈറ്റും വിഡ്ത്തും എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിവിടെ വേണ്ടത് സ്റ്റൈല്, ടൈറ്റിൽ, പാരഗ്രാഫ് ടൈറ്റിൽ, പിന്നെ വേണ്ടത് ഓക്കെ, ഇനി നമുക്ക് ഹെഡിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്കാണ് പോകേണ്ടത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഹെഡിങ്ങൾ നമുക്ക് H1 മുതൽ H6 വരെയുള്ള ഹെഡിങ്ങളാണ് ഉള്ളതെന്ന് ജസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു ഹെഡിങ്ങിന്റെ നമ്പർ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്തു, അതിന്റെ സൈസ് കുറഞ്ഞു വരും. ഓക്കെ, അപ്പം ഇവിടെയുള്ള മെസ്സേജ് എന്താണ്, ഹെഡിങ് 1 എന്നാണ്. H2ന്റെ അകത്തുള്ള ഹെഡിങ് 2 ആണ്. H3ന്റെ അകത്ത് ഹെഡിങ് 3 ആണ്. അപ്പം ഹെഡിങ്ങിന്റെ നമ്പർ കൂടുന്നതനുസരിച്ച് ഔട്ട്പുട്ടിന്റെ അകത്ത് എന്ത് വന്ന് കാണാം, സൈസ് കുറഞ്ഞ വന്നതായിട്ട് കാണാം. പാരഗ്രാഫ് ടാഗ് നമ്മൾ പറഞ്ഞതാണ്, P ടാഗ് വെച്ചിട്ട് പാരഗ്രാഫ് ടാഗ് പറഞ്ഞതാണ്. നമുക്ക് അവിടെ നോക്കാനുള്ളത് പ്രധാനമായിട്ട് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് എന്നുള്ള കൺസെപ്റ്റാണ് അടുത്ത് പറയാനുള്ളത്. HTML-ലെ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന കാര്യമാണ് പറയാനുള്ളത്. അതായത് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്, ഒരു ടെക്സ്റ്റ് ഫോർമാറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, അതായത് നമ്മൾ ടെക്സ്റ്റുകൾ, നമ്മളൊരു പാരഗ്രാഫ് എടുക്കുമ്പോൾ സാധാരണ നിങ്ങൾ ടെക്സ്റ്റുകൾ ഇറ്റാലിക് ആക്കാറുണ്ട്, ബോൾഡ് ആക്കാറുണ്ട്, അണ്ടർസ്കോർ ആക്കാറുണ്ട് അല്ലേ.
പക്ഷെ ഇവയ്ക്കൊക്കെ പലർക്കും സ്പെസിഫിക് മീനിങ്ങൾ ഉണ്ടാവും അല്ലെ, സ്പെഷ്യൽ മീനിങ്ങൾ ഉണ്ടാവും അല്ലെ. സപ്പോസ് നിങ്ങൾ അതിനെ ഇറ്റാലിക് ആക്കുക എന്ന് പറഞ്ഞാൽ അതൊന്ന് ചെരിക്കുക എന്നുള്ള മീനിങ് അല്ലെ. നിങ്ങളൊരു ഒരാളെ ഒരു പോയൊക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾ കാണാം, ഒരു പാരഗ്രാഫിന്റെ അകത്ത് ഒരു പെർട്ടിക്കുലർ പോയംസ് 4 ലൈൻസ് ഓഫ് സ്റ്റാൻസ് ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ചെരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, അവർ ഉദ്ദേശിക്കുന്നത് ഒരു പോയമാണ്. അങ്ങനെ എന്തും സ്പെഷ്യൽ മീനിങ്ങൾക്ക് ടെക്സ്റ്റുകൾക്ക് ഉണ്ടാവും അല്ലെ. അപ്പൊ ഇങ്ങനെ എലമെന്റുകൾക്ക് ഡിഫറെന്റ് മീനിങ് ടെക്സ്റ്റുകൾക്ക് ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴാണ് നമ്മൾ HTML ടെക്സ്റ്റിനെ ഫോർമാറ്റ് ചെയ്യാന്ന് പറയും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ വരും, ചില ടെക്സ്റ്റുകളെ ബോൾഡ് ചെയ്യേണ്ടി വരും അല്ലെ. അതായത് ഹൈലൈറ്റ് ചെയ്യുന്ന ടെക്സ്റ്റുകൾ നമ്മൾ കുറച്ചുകൂടി ബോൾഡ് ആയിട്ട് കാണും. ചില ടെക്സ്റ്റുകൾ നമുക്ക് ഇറ്റാലിക് ആക്കേണ്ടി വരും, ചില ടെക്സ്റ്റുകളെ സബ്സ്ക്രിപ്റ്റ് ചെയ്യേണ്ടി വരും, ചില ടെക്സ്റ്റുകളെ സൂപ്പർ സ്ക്രിപ്റ്റ് ചെയ്യേണ്ടി വരും. എന്താ 1 by 1 ആയിട്ട് ഓരോന്നും എന്താണെന്ന് നോക്കാം. ജസ്റ്റ് ഞാനൊന്ന് ട്രൈ യൂസ് കൊടുക്കുകയാണ്. അവിടെ കോഡ് ഉണ്ട്, ഓൾറെഡി കോഡ് വന്നിട്ടുണ്ട്. പാരഗ്രാഫ് ടാഗിന്റെ അകത്ത് ബി എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്തിട്ട് അതിന്റെ അകത്ത് ദിസ് ടെക്സ്റ്റ് ഈസ് എ ബോൾഡ് എന്ന് പറഞ്ഞ മെസ്സേജ് കൊടുക്കുക. ഒരു ടെക്സ്റ്റ് ബോൾഡ് ആക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ബി എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യണം. ഒരു പെർട്ടിക്കുലർ ടെക്സ്റ്റിനെ ബോൾഡ് ആക്കണമെങ്കിൽ ഏത് ടെക്സ്റ്റ് ആണോ ബോൾഡ് ആക്കേണ്ടത് അത് ബി ടാഗിന്റെ അകത്ത് നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, ബി ടാഗ് ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ കണ്ടന്റ് ദിസ് ടെക്സ്റ്റ് ഈസ് ബോൾഡ് എന്ന് പറഞ്ഞ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഔട്ട്പുട്ടിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ദിസ് ടെക്സ്റ്റ് ഈസ് ബോൾഡ് എന്ന മെസ്സേജ് ബോൾഡ് ആയിട്ട് തന്നെ അവിടെ കാണാം. റൈറ്റ്, ഇനി അതിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ അവിടെ ഐ എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്തിട്ടുണ്ട്. അവിടെ എന്തിനാ വേണ്ടി യൂസ് ചെയ്തത്, ടെക്സ്റ്റിനെ ഒന്ന് ഇറ്റാലിക് ആക്കാൻ, അതിനെ പിടിച്ചൊന്ന് ചെരിക്കാൻ വേണ്ടിയിട്ടാണ് ഐ ടാഗ് യൂസ് ചെയ്തത്. സോ ഐ ടാഗ് ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ അകത്ത് മെസ്സേജ് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഐ ടാഗ് ക്ലോസ് ചെയ്യുന്ന കണ്ടന്റുകൾ എന്തായിട്ടായിട്ട് ഉണ്ടാവുക, ചെരിച്ചിട്ട് ഇറ്റാലിക് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇനി അടുത്തത് ചില ടെക്സ്റ്റുകൾക്ക് സബ്സ്ക്രിപ്റ്റും സൂപ്പർ സ്ക്രിപ്റ്റും ആയിട്ടൊക്കെ കൊടുക്കേണ്ടി വരും. ഓക്കെ, അതായത് സബ്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് അല്ലെ, സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ 2:3 എന്ന് പറയാണ്. അപ്പം 2ന്റെ സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ടാണ് നിങ്ങൾ 3 കൊടുക്കുക അല്ലേ. നിങ്ങൾ സാധാരണ 2:3 എങ്ങനെ ടൈപ്പ് ചെയ്യും കമ്പ്യൂട്ടറിനകത്ത്, സാധാരണ നിങ്ങൾ ചെയ്യുക 2 ഇനിയായിരിക്കും സാധാരണ നമ്മൾ ടൈപ്പ് ചെയ്യാറുണ്ടാവുക അല്ലെ. ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് ടെക്സ്റ്റുകൾ ഡിസ്പ്ലേ ചെയ്തെടുക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി, സപ്പോസ് നമുക്ക് 2⁻3 എന്ന് എഴുതണം. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യണം, ഏതാണോ അവിടെ സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് വരുന്ന ടെക്സ്റ്റ് അവിടെ എന്ത് ചെയ്യും, സപ്പോസ് എനിക്ക് 2 എന്ന് പറയുന്ന മെസ്സേജ് കൊടുത്തു, അതിന്റെ സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ടാണ് 3 വരേണ്ടത്. ഓക്കെ, അപ്പൊ 3 വരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, 2 കഴിഞ്ഞിട്ട് അവിടെ സൂപ്പ് എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യണം. സൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഏത് ടെക്സ്റ്റ് ആണോ സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് വരേണ്ടത് അത് പറയണം. എനിക്ക് 3 ആണ് സൂപ്പർ സ്ക്രിപ്റ്റ് ആയി വരേണ്ടത്. ഓക്കെ, അപ്പൊ 3 എന്ന് ഞാൻ കൊടുത്തു, എന്നിട്ട് എന്ത് ചെയ്യാം, ആ സൂപ്പർ സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഫൈനലി എനിക്ക് എന്ത് ചെയ്യാം, പി ടാഗ് ക്ലോസ് ചെയ്യാം. ഒന്ന് റൺ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ വന്നിട്ടുണ്ട് 2:3 എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ 2ന്റെ സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് 3 വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ടും സബ്സ്ക്രിപ്റ്റും ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇനി സബ്സ്ക്രിപ്റ്റിന്റെ എക്സാമ്പിൾ നമുക്ക് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് നമുക്കൊരു നമ്പറിന്റെ ബേസ് ഒക്കെ പറയുമ്പോൾ, നമ്പർ സിസ്റ്റം പറഞ്ഞപ്പോൾ ബേസ് എങ്ങനെയാ താഴെയാണ് എഴുതിയത്. ഒരു പെർട്ടിക്കുലർ ഇപ്പം 3 എന്ന് പറയുന്നത് ബേസ് 10-ലാണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യാൻ മതി, 3 എന്ന് എഴുതിയിട്ട് അതിന്റെ സബ്സ്ക്രിപ്റ്റ് ആയിട്ടായിരിക്കും എന്ത് കൊടുക്കുക, 10 എന്ന് കൊടുക്കുക. എങ്ങനെ കൊടുക്കാം, പി എന്ന് പറയുന്ന ടാഗ് ഓപ്പൺ ചെയ്യുന്നു, എന്ത് ചെയ്യും, ചന്ദന ഒന്ന് പറയോ എങ്ങനെ 3 എന്ന് പറയുന്ന വാല്യൂ എനിക്ക് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ റെപ്രസെന്റ്, ഡെസിമൽ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യണം. എങ്ങനെ പറയാം, സബ്സ്ക്രിപ്റ്റ് ആവാൻ നമുക്ക് സബ് എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യാം, സൂപ്പർ സ്ക്രിപ്റ്റ് ആവാൻ സൂപ്പ് എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യാം. എങ്ങനെ 3 10 ബേസിലെ നമ്പർ ആണ് എങ്ങനെ എഴുതി കാണിക്കാം, ചന്ദന കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സൂപ്പർ സ്ക്രിപ്റ്റ് ആക്കാൻ സൂപ്പ് എന്ന് യൂസ് ചെയ്യാം, സബ്സ്ക്രിപ്റ്റ് ആവാൻ സബ് എന്ന് യൂസ് ചെയ്യാം. അറിയില്ലേ ആരെങ്കിലും, എനിവൺ ആർക്കും പറയാൻ പറ്റുമോ? 3 സബ്സ്ക്രിപ്റ്റ്, അതായത് 3 എന്ന് പറയുന്ന നമ്പർ ബേസ് 10-ലാണെന്ന് എനിക്ക് ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കണം. എങ്ങനെ കൊടുക്കാം, ജസ്റ്റ് ഞാൻ പി ടാഗ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ തന്നെ പറയാം, പി ടാഗ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 എന്ന് കൊടുക്കുന്നു. എനിക്ക് ആക്കേണ്ടത് 3ന്റെ താഴെയാണ് 10 വരുന്നത്. 3ന്റെ ബേസ് എന്ന നിലക്ക് 3ന്റെ സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് 10 വരുന്നത്. അപ്പൊ ഞാൻ ഏത് ടാഗ് യൂസ് ചെയ്യണം, സബ് എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യണം. എന്നിട്ട് ഏതാണ് ബേസ് 10-ലാണ് പറയേണ്ടത്. അപ്പം 10 എന്ന് പറയുന്ന വാല്യൂ ആണ് സബ്സ്ക്രിപ്റ്റിൽ വരുന്നതെന്ന് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാം, എനിക്ക് സബ്സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഫൈനലി എന്ത് ക്ലോസ് ചെയ്യാം, എന്റെ ഓപ്പൺ ചെയ്ത് വെച്ച പി ടാഗ് എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്യാം. ഓക്കെ,
ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാണ്. അവിടെ വന്നിട്ടുണ്ട് 3/10 എന്ന് പറഞ്ഞ മെസ്സേജ് ഇവിടെ ഔട്ട്പുട്ടിൽ വന്നിട്ടുണ്ട്. സബ്സ്ക്രിപ്റ്റ് ചെയ്യുന്നതും സൂപ്പർ സ്ക്രിപ്റ്റ് ചെയ്യുന്ന കൺസെപ്റ്റ് ഓക്കെ ആണോ? ഈ ഫോർമാറ്റിംഗ് കാര്യങ്ങൾ ടെക്സ്റ്റിനെ ബോൾഡ് ആക്കുന്നത് ബി ടാഗ് യൂസ് ചെയ്തിട്ടാണ്, ഇറ്റാലിക് ആക്കുന്നത് ഐ ടാഗ് യൂസ് ചെയ്തിട്ടാണ്. ഇനി ഒരു പെർട്ടിക്കുലർ സബ്സ്ക്രിപ്റ്റും സൂപ്പർ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സബ് എന്ന് പറയുന്നതും സൂപ്പ് എന്ന് പറയുന്നതും ടാഗുകൾ യൂസ് ചെയ്യാം. ഈ കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങൾ ഓക്കെ ആണോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ പറഞ്ഞതിൽ? ഷിബിൽ സിറാജെ, ഷിബിൽ യെസ് സാർ. ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ. സമയത്ത് 8:30 മതിയോ? നിർത്തണോ? പറയണോ? വൈൻഡ് അപ്പ് ചെയ്യണോ? കണ്ടിന്യൂ ചെയ്യണോ? ബാക്കി താഴെ എടുത്തോ സാറേ. ഓക്കെ, ഞാൻ നിർത്താം. ബാക്കി എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പറയാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് വരെ എത്തി. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. എല്ലാവർക്കും എന്ത് ചെയ്യാം, ലീവ് ചെയ്യാം. താങ്ക് യു.